ആലപ്പുഴ ചേർത്തലയിൽ കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത സജിയുടെ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങി. അമ്മയുടേത് അപകട മരണമല്ലെന്നും അച്ഛന്റെ ആക്രമണത്തിൽ സംഭവിച്ചതാണെന്നുമുള്ള മകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP ചേരുന്നു. ദേവൻ, എപ്പോഴേക്കും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരും? ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ലക്ഷ്മി, ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സജിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാമെന്നാണ് ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ ആരോഗ്യ വിദഗ്ധരും കരുതുന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുന്നതിൻ്റെ മുറയ്ക്ക് തന്നെ ഈ മെഡിക്കൽ സർജന്മാർ നൽകുന്ന ആദ്യഘട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസിന് നിയമ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായി പൂർണ്ണമായും കയ്യിലെത്തുന്നതിന് മുൻപ് തന്നെ ആ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഭർത്താവ് സോണി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇല്ലെങ്കിൽ കൂടിയും പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം മുതൽ. ഈ പരാതി ലഭിച്ച അന്ന് രാത്രി തന്നെ സോണി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. പോലീസുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു സോണി. അപ്പോൾ അന്നു മുതൽ സോണി പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് തുടരുന്നത്. നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയോ അല്ലെങ്കിൽ അറസ്റ്റോ രേഖപ്പെടുത്തിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർത്തിയായതിനു ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കൊലക്കുറ്റമടക്കമുള്ള മകൾ ഉന്നയിച്ച കൊലക്കുറ്റമടക്കമുള്ള ആരോപണങ്ങളിലേക്ക് തെളിയിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭ്യമാവുകയുള്ളൂ. അതിനനുസരിച്ച് തന്നെയായിരിക്കും പോലീസ് FIR തയ്യാറാക്കുന്നതും സോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. നിലവിൽ ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സജിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഈ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കോണിപ്പടിയിൽ നിന്ന് വീണാണ് തലയ്ക്ക് മുറിവേറ്റതെന്നായിരുന്നു ഒപ്പമുണ്ടായിരുന്ന മകൾ മൊഴി നൽകിയിരുന്നത്. പക്ഷേ മരണശേഷം ഈ ഭർത്താവിന്റെ മർദ്ദനത്താലാണ് ഈ ഒരു അപകടം നടന്നത്, അല്ലെങ്കിൽ തലയ്ക്ക് മുറിവേറ്റെന്നുള്ള കാര്യം മകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഈ മുറിവുകൾ എത്രത്തോളം ആഴത്തിലുള്ള മുറിവുകളാണ് സംഭവിച്ചത്, അത് ഈ കോണിപ്പടിയിൽ നിന്നാണോ വീണത്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തല ഭിത്തിയിൽ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകളാണ് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായും ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പോലീസ് സർജന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഈ തെളിവുകൾ ശേഖരിക്കുക. അതിനുശേഷമായിരിക്കും വിശദമായി സോണിയെ കൂടി ചോദ്യം ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ നിർണായകമായ മകളുടെ മൊഴി തന്നെയാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ജനുവരി 8-ാം തീയതി ഈ സംഭവങ്ങൾ വീട്ടിൽ നടക്കുമ്പോൾ, മർദ്ദനം നടക്കുമ്പോൾ മകൾ സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. മകളുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആ വീട്ടിൽ നടന്ന ബഹളത്തിന്റെയും വഴക്കിന്റെയും എല്ലാം ദൃശ്യങ്ങൾ മകൾ മൊബൈലിൽ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ തെളിവുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയായിരിക്കും സോണിയെ ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യലിൽ അവസാനമായിരിക്കും ഈ FIR-ൽ ഈ കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുക. ലക്ഷ്മി, ഒരു മാസത്തോളം ആശുപത്രിയിൽ കിടന്നതിന് ശേഷമാണ് ദേവൻ സജി മരണമടയുന്നത്. അപ്പോൾ അത്രയും ദിവസം ഈ മകൾ ആരോടും ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നില്ല. അത് ഇദ്ദേഹത്തിന്റെ ഭീഷണി ഉള്ളതുകൊണ്ടാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ലക്ഷ്മി, ഈ സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ ഭർത്താവായ സോണിക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നുള്ള ഒരു കാര്യം ഈ വീട്ടിലൊരു സംസാര വിഷയമായി ഉണ്ടായിരുന്നു. ഇത് നിരവധി തവണ സജി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ ഭർത്താവ് തന്നെ ക്രൂരമായി മർദ്ദിക്കുമെന്നായിരുന്നു ഈ മകളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസിൽ പറഞ്ഞിരിക്കുന്നത്. അന്നേ ദിവസവും ഈ ജനുവരി 8-ാം തീയതിയും ഇത് സംബന്ധിച്ചൊരു വാക്കുതർക്കമുണ്ടായി. ഭർത്താവ് സോണി സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തുന്ന ഒരാൾ കൂടിയാണ്. ഈ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് സജി ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഭർത്താവ് അതിൽ പ്രകോപിതനായാണ് അന്ന് ഇവർ തമ്മിൽ വഴക്കുണ്ടാകുന്നത്. ഈ വഴക്കിനെ തുടർന്ന് ഈ സജിയെ ക്രൂരമായി മർദ്ദിക്കുകയും തല ഭിത്തിയിൽ നിരവധി തവണ ഇടിക്കുകയും ചെയ്തെന്നാണ് മകൾ പറയുന്നത്. മകൾ ഈ വഴക്കിനിടയിലേക്ക് കയറി ചെല്ലുകയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തറയിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന സജിയെ രക്ഷപ്പെടുത്താനായി അയൽവാസിയായിട്ടുള്ള ഇവരുടെ ബന്ധുക്കൾ തന്നെയാണ് അയൽവക്കത്ത് താമസിക്കുന്നത്. അവരെ വിളിച്ചുകൊണ്ട് മകൾ ഓടിച്ചെന്ന് അവരെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ പോലും ഈ സോണി ഇവരെ ആരെയും വീട്ടിലേക്ക് കയറ്റാൻ സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, മകളുടെ നേരെ കത്തിയും എടുത്തുകൊണ്ട് കുത്താനായി പാഞ്ഞു ചെന്നു എന്നും മകൾ പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ ഒരുമിച്ച് തന്നെയാണ് സജിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഏകദേശം ഒരു മാസത്തോളം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോമാ സ്റ്റേജിൽ അടക്കമായിരുന്നു സജി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ അവസാന ദിവസങ്ങളിൽ ഏകദേശം ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രതീക്ഷയെല്ലാം തന്നെ ഈ മകൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഈ അവസാന ഘട്ടത്തിൽ വീണ്ടും രോഗം മൂർച്ഛിക്കുകയും ന്യൂമോണിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മരണത്തിലേക്ക് സജി കീഴടങ്ങുന്നത്. ഈ സമയത്തെല്ലാം തന്നെ സോണിയും കൂടെയുണ്ട്. പക്ഷേ ഈ മരണത്തിന് ശേഷം മകൾക്ക് ഒരു പേടി, അതായത് ഇനി അമ്മ കൂടെ ഇല്ല, അതിനാൽ തന്നെ തന്റെ ജീവന് ഒരു പക്ഷേ ഭീഷണി ഉണ്ടാകും. കാരണം ഈ വഴക്കുകളെല്ലാം കണ്ടു വളർന്ന ഒരാളാണ് വീട്ടിൽ തന്നെ, അതുകൊണ്ട് ഈ വഴക്കുകൾ ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു വ്യക്തമായും എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ കൃത്യമായി മകൾക്ക് എല്ലാ കാര്യത്തിലും നല്ല ബോധമുണ്ട്. അതിന്റെ പേരിൽ നാളെ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടാകുമെന്നുള്ള ഒരു പേടിയാണ് മകൾക്കുണ്ടായത്. ഇക്കാര്യം ബന്ധുക്കളുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇവ പരാതിയുമായി മുന്നോട്ട് മകൾ പോകാൻ തീരുമാനമെടുത്തത്. ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP.